ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ വിശേഷം ഒന്നും എടുത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ എന്നെ മറന്നുപോയി ഗേയ്സ്. ഇന്നലെയൊക്കെ രാവിലെയൊക്കെ വീഡിയോ എടുത്തൂലേ. ഇന്ന് സത്യം പറഞ്ഞേക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് ചോദിക്കുക, ഇന്ന് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങോട്ട് ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് സെൽഫി ആയിട്ട് അങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിലേ ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടാൻ വെക്കുകയാണ്. ഷംനതാ പിള്ളേരെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ തിരുമ്പുണ്ട്. ഉമ്മ പിന്നെ രാവിലെ തന്നെ ഒരു ബക്കറ്റ് തിരുമ്പി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും അവളും കൂടിയിട്ട് പോയിട്ട് മുകളിൽ പോയി തോരടും. അപ്പം മൈക്കപ്പാണ് പിള്ളേർ ഒക്കെ പെൺകുട്ടികളാട്ടാ. എൻ്റെ രണ്ടെണ്ണം ഉണ്ട്, പിന്നെ അനിയത്തിയുടെ രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ആകെയുള്ള ഒരു ആൺപേര് ഇതാ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. അവന് പിന്നെ മൈക്കപ്പൊന്നും വേണ്ടല്ലോ, ഒരു ട്രൗസറും ബനിയനും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം കഴിഞ്ഞു. ഒരു പൗണ്ടർ ഇടൽ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരിതാ മുടിയൊക്കെ ഇങ്ങനെ നല്ല മോഡലൊക്കെ കെട്ടാനൊക്കെ നോക്കുന്നുണ്ട്. ഇവൻ എന്നോട് പറയും ഇടയ്ക്ക് വന്നിട്ട് ഇവിടെ കളിക്കാനല്ല എല്ലാവരും കൂടി വെക്കുമ്പോഴേ ഇവൻ പറയും, ഉമ്മച്ചേക്ക് ഒരു ആൺകുട്ടി ഉണ്ട് വെച്ചെങ്കിൽ കളിക്കാനൊരു സുഖമായിരുന്നു. കുഞ്ഞുമ്മ എന്തിനാ പെണ്ണുണ്ണീനെ പ്രസവിച്ച് ഉമ്മച്ചിക്ക് ഒരു ഉണ്ണീനെ കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവന് ആരും ഇല്ല കളിക്കാനേ. അപ്പോൾ സാരില്ല പൈസയെ അവരെ കൂടെ കളിക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അവനെ ഇടയ്ക്ക് ദേഷ്യം ഇവർ തല്ലുകൂടിയിട്ടൊക്കെ കളിക്കൂട്ടാ. ഇടയ്ക്ക് ഒരു പിണക്കാ, അപ്പോൾ ഇവനെ ഒറ്റയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടേ അപ്പോൾ ഇവള് കൊണ്ടുപോകുന്നു. ഇപ്പോൾ മോരൊക്കെ വാങ്ങിക്കൊള്ളുന്നുണ്ടായിരുന്നു കച്ചമ്പറിലേക്ക്. ഇത്തിരി ബിരിയാണി ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ രണ്ടും കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലേ. അപ്പോൾ അത് അവിടെ നിലത്തിട്ടാ മസാലക്കൂട്ട്. അപ്പോൾ അതും കൊണ്ടിട്ട് എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് കൊടുക്കാനേ പോകണേ. എന്ത് കിട്ടിയാലും പൂച്ചയ്ക്ക് കൊണ്ടു കൊടുക്കുള്ളൂ കേട്ടോ മിയമോള്. അപ്പം ഉമ്മ അതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ബീഫിൻ്റെ. അപ്പോൾ ഞാനും കൂടിയിട്ട് ഇതാ മുകളിലേക്ക് പോകേണ്ട തുണിയോട് തോരാടാൻ. അപ്പോൾ ഇതാ പട്ടി അവിടെ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ പേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ നീങ്ങുന്നു കേട്ടോ. അപ്പോൾ പട്ടി ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടി. അങ്ങനെ എന്താ വെച്ചെങ്കിൽ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങിയതൊക്കെ മറ്റേ ഊഞ്ഞാലിൽ ചൂരിലൂഞ്ഞാലുണ്ട് കേട്ടോ മുകളിൽ കെട്ടിയത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് തോരയിടലൊക്കെ കഴിഞ്ഞ് ഞാനും അവളും കൂടിയിട്ട് അങ്ങോട്ട് തോരട്ടു കേട്ടോ. അപ്പോൾ ഇന്നലെ ഉപ്പ പ്രിയൂരുമാങ്ങ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ കേടാട്ടാ, ഒക്കെ പൊട്ടേന്ന്. ഞാൻ പറയുന്നത് തിന്ന് കഴിഞ്ഞാൽ വല്ല കേടും വരും ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, ആകെ കേട് വന്നേക്കുക. അപ്പം ഉമ്മ ബിരിയാണിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ സവോളൊക്കെ ഇങ്ങനെ വാട്ടി വെച്ചതൊക്കെ ഞാനും കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഒക്കെ വാരി കൊണ്ടുപോട്ടെ. ഉമ്മ കാണാണ്ട് ഉമ്മാൻ്റെ സോപ്പ് ഇട്ടിട്ട് ഉമ്മ അങ്ങോട്ട് വയ്ക്കും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ മെല്ലെ എടുത്ത് കൊണ്ടുപോട്ടെ. ഉമ്മ എന്നിട്ട് ചീത്ത പറയുന്നുണ്ട്, ഇത് ബിരിയാണിയിലൊന്നും ഇടാണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തൊക്കെ പറയുന്നുണ്ടിട്ടാ. അങ്ങനെ ഒരുപാടൊന്ന് വാരി കൊണ്ടുപോയി തിന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞ എൻ്റെ അനിയനാ വേണ്ടത്. അവ അവിടെ ഉണ്ടെച്ചിങ്ങണ്ടല്ലോ ഈ സാധനം ഉമ്മക്ക് കാണുന്നില്ല കേട്ടാ. വാരി കൊണ്ടുപോയിട്ട് കഴിക്കും. അപ്പോൾ ഉമ്മ ചൂടായി കഴിഞ്ഞാൽ അശോ കൊല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെങ്ങനെ പിപ്പിടാക്കൂട്ടാ. ഭയങ്കര കോമഡി. ഇനിയിപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ അംഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാട്ടാ. അവൻ ഇനി വരെ അടുത്ത ആഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇന്നിപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഇരിപ്പാക്കയിലാണ് ഇട്ട് വെച്ചിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഞായറാഴ്ച അവനെ കൊണ്ടുവരാൻ പോകണം. ഒക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാട്ടാ. ഒക്കെ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ വീഡിയോ ഇടാനൊക്കെ പറ്റട്ടെ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാട്ടാ. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു ലാസ്റ്റ് വാരിയിട്ട് എടുത്തോ, ഇനി എടുക്കാൻ സമ്മതിക്കില്ല പറഞ്ഞപ്പോൾ ഞാനും വാരി എടുത്തു, ഷമ്മിയും വാരി എടുത്തു കേട്ടോ. അത് ഞാനും ഉമ്മാട് വയ്ക്കും. ഉമ്മ അത് ആവശ്യമില്ലല്ലോ ഉമ്മ, അത് ഞാൻ എടുക്കട്ടെ പറഞ്ഞപ്പോൾ അവിടെ കാട്ട് പണ്ടുണ്ടെന്ന് തട്ടിപ്പറിക്കട്ടമ്മ. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു എയിം തന്നെ അല്ലേ. അപ്പോൾ സബോളൊക്കെ ചീഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ. അപ്പോൾ ഷംന ഒക്കെ മുറത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിൽ കൊള്ളിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കച്ചമ്പർ ഉണ്ടാക്കിയപ്പോൾ സബോള കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഉമ്മ പറയാം 2 സബോളം കൂടി എടുത്തിട്ട് വാടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ വന്നതാട്ടാ. അപ്പോൾ ഒരു പുലി പോലത്തെ ഒരു പൂച്ച, കാടൻ പൂച്ച ഇങ്ങനെ നോക്കി നിൽക്കുകയാണേ. അപ്പോൾ ഞാൻ അതിനോട് ഇങ്ങനെ ഓരോന്ന് പറയും എന്താ നോക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചവിട്ടാനൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങോട്ട് പേടിച്ചിട്ട് പോയി. തണ്ടും തടി തന്നെ ഉള്ളൂ, വലിയ ഭയങ്കര പേടി തന്നെ കേട്ടോ പൂച്ചകൾക്ക്. അപ്പോൾ കച്ചമ്പറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പുണ്ട് വരുന്നു. ഉപ്പ പറയാം നല്ല മണമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ പോത്തോളനെ എന്താ പാടത്ത് കൊണ്ട് കെട്ടിയിട്ട് വരിക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ബീഫ് എവിടെ വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചത് കാട്ടി കൊടുക്കട്ടെ. അങ്ങനെ ഒക്കെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഉമ്മ കൂട്ടാൻ വെച്ചത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ എന്നൊരു ലേശമൊക്കെ എടുത്ത് തിന്ന് നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പ പറയാം സൂപ്പറായിട്ടുണ്ട്, ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. നല്ല രസമുണ്ട് എന്നാണ് പറയണത്, നല്ല പോത്തായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഷംനയുടെ മാപ്പിളയ്ക്ക് അറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
അങ്ങനെ അവൻ കൊണ്ടുവന്നതാട്ടോ. 6 മണിയാകുമ്പോൾ പൊന്നൂസിനെ മദ്രസയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അവന് കടയാണ്, കോഴിക്കട ഉണ്ട്, പിന്നെ ബീഫൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശനി ഞായറൊക്കെ ബീഫ് ഉണ്ടാവും. അപ്പോൾ ഇല മുറിക്കുകയാണ് പിള്ളേർക്കൊക്കെ ഇലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടേ. പാത്രം കഴുകാൻ ആക്കണ്ടല്ലോ വെച്ചിട്ട് എന്താ ബുദ്ധിയില്ല. അല്ലെങ്കിൽ ഒരു കുന്ന് പാത്രങ്ങളുണ്ടാവും കഴുകാൻ. അപ്പോൾ ഇനി ഇല മുറിച്ച് കഴിഞ്ഞാൽ അതിന് കഴുകണ്ടല്ലോ, കൊണ്ട് തുരുക്കളയിലേ വേണ്ടോ. അങ്ങനെ എന്താ കൂമ്പ് ഞാൻ പിടിച്ചേ മുറിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ ഷംനയാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, താത്ത കൂമ്പ് മുറിക്കണ്ട, ചിലപ്പോൾ ഉപ്പ ചീത്ത പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് മുറിച്ചില്ല. അങ്ങനെ ഒരുപാട് ഇലക്കട് മുറിച്ചു. ഇനി വേണോ ചോദിക്കട്ടെ അവളോട്. അപ്പോൾ ഒരെണ്ണോടും മുറിച്ചോ, ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ, എല്ലാവർക്കും ഇലയിൽ തിന്നാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇലയിലും കുഴപ്പമില്ലടി, കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ എല്ലാവരും ഇലയിൽ തന്നെ കഴിക്കണം പറഞ്ഞിട്ട് 2 കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ വന്നിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ എടുത്തു, ഒരു ഇല കൂടി മുറിച്ചു വിട്ടാ. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം കളറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി പിള്ളേർക്കൊക്കെ കൊടുക്കാട്ടെ ഇലയിൽ ഒക്കെ എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. വയറ് നിറച്ചിട്ട് ചെറുതിരിക്കുന്ന നോക്കി മിയമോള് അവൾക്ക് ഷംന വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നല്ലൊരു സദ്യ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് വെച്ചെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ വിളിക്കാൻ വന്നിട്ടുണ്ട്, അവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു, വീർപ്പാക്ക് 2 കല്യാണം ഉണ്ട്. എല്ലാ ഞായറാഴ്ച ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നേക്കണത്. അപ്പോൾ ഞങ്ങൾ പോകുന്നു. ഇനി എന്താ വീട്ടിൽ ഇനിയിപ്പോൾ നാളെ സ്കൂളായി, മദ്രസയായി, എല്ലാം ആയി. ഇനിയിപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്നേന്ന് തുടങ്ങണം കേട്ടോ. അപ്പോൾ അവരെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും അനിയത്തിയൊക്കെ കൂടിയിട്ട് ഇന്ന് ചോറ് കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ പറയട്ടെ, ഉണ്ണി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് കഴിക്കുക. അങ്ങനെ എപ്പോഴും കഴിക്കുമ്പോൾ ഉണ്ണീനെ ഓർക്കൂട്ടാനേനെ. അപ്പം ഞാൻ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച വരില്ലേ, ഇനിയിപ്പോൾ ഇതുപോലെ അവനും ഉണ്ടാവും ചോറ് കഴിക്കാനും ഒക്കേനും. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഞങ്ങൾ 4 മണിക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബെന്നും പിന്നെ കോഴിമുട്ടയൊക്കെ വെച്ച് നെയ്യോണ്ടൊക്കെ പൊരിച്ചിട്ട് ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിയുടെ വക ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോന്നൊക്കെ കഴിച്ചിട്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ സംഭവം. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിക്കണു. എനിക്ക് കഴിച്ചപ്പോൾ വലിയ അങ്ങോട്ട് എയിമ് തോന്നിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മുഖം കണ്ടങ്ങൾക്ക് അറിയാം വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷം തന്നെയാണ് എടുത്തേക്കുന്നത്, ഞായറാഴ്ചത്തെ വിശേഷം. അടുക്കളൊക്കെ ക്ലീനാക്കി ആകെ ഒന്നിച്ചിട്ടൊക്കെ ഇരുന്നിരുന്നു. ഒക്കെ ഞാൻ അടുപ്പന്തറൊക്കെ തുടച്ച് വൃത്തിയാക്കി, തുടക്കലൊക്കെ കഴിഞ്ഞു. ഉമ്മ അവിടെ പാത്രം കഴുകുന്നുണ്ട്, അനിയത്തി അവിടെ കുട്ടീനെ ഉറക്കാട്ടാ. അപ്പോൾ അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പോവാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിൽ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാട്ടാ. ഇനി വെയിൽ കണ്ടിട്ടൊന്നും മഴ ഒന്നും പെയ്തിട്ടൊന്നുമില്ല അല്ലേ. നല്ല വെയിൽ തന്നെയായിരുന്നു. മഴയ്ക്ക് ഇപ്പോൾ സമാധാനമായില്ല. ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചപ്പോൾ മഴയ്ക്ക് അങ്ങനെ സമാധാനമായി. അപ്പോൾ ഇക്കതാ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. അവിടെ കിടന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ ഇറച്ചിയൊക്കെ തിന്നിട്ട് പല്ലിൻ്റെ ഇടയിലൊക്കെ ഇരിക്കണ്ടേ, അപ്പോൾ അതൊക്കെ എടുത്ത് കളയുക കേട്ടോ. നൂല് വേണം, എപ്പോൾ ഇറച്ചി തിന്നാലും നൂല് തപ്പല പണി. പല്ലിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കളയും. അപ്പോൾ അങ്ങനെ ഉപ്പ അതാ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വാർത്ത കേട്ട് ഉപ്പ അവനങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാണ്. ഉപ്പ എപ്പോഴും വാർത്ത കേൾക്കും. അങ്ങനെ ഇപ്പോൾ പിള്ളേർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ മാമാനെ കൊണ്ടുവരാൻ പോണ കാര്യങ്ങളാട്ടോ അവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് പിള്ളേർ. അങ്ങനെ ഇതിപ്പോൾ എന്താ വെച്ചെങ്കിൽ 4 പുറം മഴ പെയ്തിട്ട് പുല്ലൊക്കെ മുളച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഉമ്മാക്ക് ഒന്നാമത് ഒക്കെ ചെയ്യാൻ വയ്യ. അപ്പോൾ അപ്പുറത്ത് ചേച്ചി ഉണ്ട്, ഉമ്മാക്ക് അറിയുന്ന ഒരു ചേച്ചി തന്നെ കേട്ടോ, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോണ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചീനൊക്കെ വിളിച്ചിട്ട് പുല്ലൊക്കെ പറിച്ച് ആ 4 പുറമൊക്കെ അടിച്ച് വൃത്തിയാക്കി. കണ്ടില്ല ഇവിടെ ഒക്കെ പുല്ലായിരുന്നു കേട്ടോ, നിറച്ചും പുല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് വാടകയ്ക്കാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇതിൻ്റെ താഴെ ഞങ്ങൾ സ്ഥലമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വീടൊക്കെ വെക്കണം. അപ്പോൾ വാടകയ്ക്കായാലും ഇരിക്കുന്ന സ്ഥലത്തിൽ 4 പുറം വൃത്തിയൊക്കെ വേണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ്. ഇനി കുറച്ച് മുരിങ്ങയുടെ ഇല നിൽക്കുന്നുണ്ട്. ഞാൻ മുരിങ്ങയുടെ ഇലയൊക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ചുട്ടോ, വീട്ടിൽ പോയിട്ട് വെക്കാൻ വെച്ചിട്ട്. അങ്ങനെ മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ചു. ഉറ നോക്കിയിട്ട് ഒറ്റ ഉറ കാണാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് അതിൽ തന്നെ പൊതിഞ്ഞ് വെച്ചു. ഇനി ചെന്നതിന് ലേശം കൂട്ടാൻ വയ്ക്കല്ലേ വേണ്ടോ. പിന്നെ സ്രാവ് ഇരിക്കുന്നുണ്ട്, ഉണക്ക സ്രാവ്, അതൊക്കെ പൊരിച്ച് കൂട്ടാനും പൊരിച്ചതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണും തോണ്ടിയിട്ട് അവൾ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളൊന്ന് പോട്ടാ, സ്കൂൾ മദ്രസൊക്കെ ഉള്ളതല്ലേ.
അങ്ങനെ ഇന്നൊക്കെ ഒരു ഹായ് പറയാനുണ്ട്. അപ്പോൾ എൻ്റെ വക ഉവൈസിന് ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലേക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഹായ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാനൊക്കെ റെഡിയായി. അപ്പോൾ ഉപ്പാനെ കാണാമല്ലേ, ഉപ്പ പാടത്ത് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പോത്ത് ഇങ്ങോട്ട് കയറി വരികയാണേ. അപ്പോൾ അങ്ങോട്ട് ആട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഉപ്പ പാടത്തേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ പോകുമ്പോൾ തന്നെ ഉപ്പ അവിടെ നിന്ന് കയറി വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതാ ഉപ്പ അവിടെ നിന്ന് കണ്ടില്ലേ വരുന്നത്. അപ്പോൾ ഇത്ര ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.